കുത്തരി വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർത്തിയെടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ കുത്തരി തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കും. അങ്ങനെയാണ് വിഷുക്കട്ട ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുത്തരി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 കപ്പ് കുത്തരി നന്നായിട്ട് കഴുകിയിട്ട് ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. അതിന് വേണ്ടിയിട്ട് 2 തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട്. അത് 1-ാം പാല് 2 കപ്പ് എടുത്തിട്ടുണ്ട്. 2-ാം പാല് 8 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ 2-ാം പാലിൽ ഇട്ടിട്ടാണ് ഏറ്റവും ആദ്യം ഈ കുത്തരി വേവിച്ചെടുക്കുന്നത്. പിന്നെ വേണ്ടത് ജീരകമാണ്. അതിന് വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ അരമുറി തേങ്ങ ചിരണ്ടി എടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പൊ നമുക്ക് നോക്കാം ഇതേന് വിഷുക്കട്ടയാക്കാന്ന്. ഈ വിഷുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. ഇതിലേക്ക് 2-ാം പാല് ചേർക്കുക. ഈ തേങ്ങാപ്പാലിലേക്ക് 2 കപ്പ് കുത്തരി ചേർക്കുക. ഈ കുത്തരി ഞാനിവിടെ 2 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാം നമുക്ക്. തീ ഓണാക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഈ അരി നന്നായിട്ട് വേവണം. ഈ തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഈ അരി നമുക്ക് വേവിച്ചെടുക്കുക. അതിന് മുൻപായിട്ട് ഇതിലേക്ക് നമുക്ക് ജീരകവും കൂടിയും ചേർക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക. ഇത് ഇടയ്ക്ക് നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കുകയും വേണം. പിന്നെ ഇത് തിളച്ച് പോവാണ്ട് നോക്കുകയും വേണം. ഇത് നമുക്ക് മൂടി വയ്ക്കാം. ഈ തേങ്ങാപ്പാലേക്ക് നന്നായിട്ട് വറ്റിയിട്ട് ഈ റൈസും വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. തേങ്ങാപ്പാലിലിട്ടിട്ട് റൈസ് വേവിച്ചെടുക്കുമ്പോൾ തീ നന്നായിട്ട് കൂട്ടിയിടരുത്. തീ നന്നായിട്ട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ പെട്ടെന്ന് വറ്റി പോവുകയും ചെയ്യും. ഈ റൈസ് നമുക്ക് ശരിക്കും വെന്ത് കിട്ടില്ല. ഇതിലേക്ക് നമുക്ക് 1-ാം പാല് ചേർക്കാം. ഇനി 1-ാം പാല് നന്നായിട്ട് വറ്റിയിട്ട് ഇത് നല്ല തിക്കായിട്ട് വരണം. നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ ഈ 1-ാം പാല് വറ്റിച്ചെടുക്കാം. ഇപ്പം ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ തേങ്ങയും ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഇതൊരു പാത്രത്തിലേക്ക് പകർത്താം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ കുറച്ച് നെയ്യ് എല്ലായിടത്തും തടവിയിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് പാത്രത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇത് നമുക്ക് ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ വിഷുക്കട്ട ഒന്ന് തണുത്തിട്ട് ഇതൊന്ന് സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ വിഷുക്കട്ട റെഡി ആയിട്ടുണ്ട്.